ഉള്ള മാതൃക ഉപദേശം അത് വീണ് അനുഭവിച്ചവരിൽ നിന്ന് മാത്രമേ കിട്ടൂ. വീണ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവയവങ്ങൾ പലതും ഛേദിച്ച്, ഇല്ലെങ്കിൽ മനസ്സുകൾ പലതും ഛേദിച്ച് പലതും നഷ്ടപ്പെട്ടെന്നിരിക്കാം. അങ്ങനെ നഷ്ടപ്പെട്ട് അവശതയായതിനു ശേഷം പിന്നെ എന്നെ പോലെ വലുതായിട്ടൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാത്തിനും ഒരു ഗുണപാഠമുണ്ട്. ആ ഗുണം എന്ന് പറയുന്നത് വെറുതെ സുഖിച്ച് AC റൂമിലിരുന്ന നല്ല രീതിയിലുള്ള പത്രങ്ങളിലോ പേപ്പറുകളിലോ എഴുതി പ്രസിദ്ധീകരിച്ചങ്ങോട്ട് വിട്ടത് കൊണ്ട് മാത്രമായില്ല. അതിനേക്കാൾ വലിയൊരു ഗുരുവാണ് അനുഭവം എന്നത്. ബഹുമാനപ്പെട്ട പിണറായി സാഹിബ് വന്നതിന് ശേഷം ആണ് കൂടുതൽ ഈ ക്യാമറ വിപുലമായത്. അതിന്റെ ഉപകാരം ഏറ്റവും കൂടുതൽ സാധാരണപ്പെട്ട പാവങ്ങൾക്കാണ്. ഇനി അത് ഒരുപാട് വിപുലീകരിക്കാൻ ഉള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പാവങ്ങൾക്കാണ് ഉപകാരം, കള്ളന്മാർക്ക് ഉപകാരം ചെയ്യില്ല കേട്ടോ, ദോഷമാണ്. അതവര് ചവിട്ടിക്കുട്ടി വലിച്ചെറിയത്തില്ല. പക്ഷേ നമ്മളെപ്പോലെ പാവങ്ങൾക്ക് അതൊരു ഉപകാരമാണ്. ഏതായാലും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മളിൽ എളിയവരെ കണ്ടെത്തി സന്തോഷപരമായിട്ട് അങ്ങനെ ഉള്ള വിവാഹ സംബന്ധമായ കാര്യങ്ങളാണ് നല്ലത്. അത് ഞാൻ ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയൊന്നും അല്ല കേട്ടോ. പെൺമക്കള് എന്ന് പറയുമ്പോൾ നമ്മളെ ജീവിതത്തിന്റെ സമ്പത്താണ്, ആമക്കളെക്കാട്ടി സമ്പത്താണ്. എല്ലാ വിധത്തിലും നമ്മൾ രോഗിയായി അവശയായി കിടക്കുന്ന സമയത്ത് നമ്മളെ തലോടാനോ ഒരു വെള്ളം തരാനോ ഒരു പക്ഷേ അതേ കാണും. ആമക്കളില്ല എന്നല്ല, ഉണ്ടാകും, വരും. പക്ഷെ അത് വരണമെങ്കിൽ എന്ത് വേണം? അവന്റെ ഭാര്യ അനുവദിക്കണം. അവന്റെ ഭാര്യ അനുവദിച്ചെങ്കിലേ അവൾക്ക് അവന് വരാൻ പറ്റും. അങ്ങനെയല്ലേ ഇന്നത്തെ സ്ഥിതി. ഇന്ന് പല ഭർത്താക്കന്മാരും ആ പെണ്ണുങ്ങളെ കെട്ടുമുട്ടിൽ കിടക്കുകയല്ലേ. ആ ഒരു അവസ്ഥ വരാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതങ്ങനെ സംഭവിച്ചു പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്നേക്കാൾ വലിയ ബന്ധത്തിലേക്ക് കടന്നു കയറി പിടിച്ചതിന്റെ കുറ്റമാണ്, അബദ്ധമാണ്, അപകടമാണ് ഇന്ന് ചില ഭർത്താക്കന്മാർ ചില വീട്ടിന്റെ മൂലകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ മറിച്ച് അബ്കാരി കോൺട്രാക്ടർമാരും വലിയ വലിയ സമ്പന്നന്മാരുടെ ഭാര്യമാര് ചില വീട്ടിന്റെ മൂലകളിലും അനുഭവിക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണം എന്താണ്? ഇതൊക്കെ കാരണം സമ്പത്താണ് പ്രശ്നം. അത് ഇന്ന് നമ്മൾ കോടതി തന്നെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും പൊന്നും ഇന്നത്തെ രീതിക്ക് മനുഷ്യനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ കോടതിയുടെ ആവശ്യം വരില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കോടതി ചെന്ന് ആ ഫയലുകൾ നോക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പൊന്നു കേസ്, അല്ലെങ്കിൽ ഭൂമി കേസ്, അല്ലെങ്കിൽ വസ്തു കേസ്, അല്ലെങ്കിൽ പെണ്ണ് കേസ്, അല്ലെങ്കിൽ അധികാര കേസ്, അങ്ങനെയുള്ള അടിപിടി പ്രശ്നങ്ങൾ, ഇത്തരം കേസുകളല്ലേ ഉള്ളു. പക്ഷെ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ആർത്തി കൂട്ടിയില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. നമുക്ക് അർഹമായത് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമുക്ക് അധികം ലാവശ്യമാകാൻ ഒരു പക്ഷെ കഴിഞ്ഞില്ല എന്നിരിക്കും. എന്നൊക്കെ എന്നാലും നമുക്ക് മിതമായ രീതിയിൽ കിട്ടേണ്ടതെല്ലാം കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. ജീവിതം പരമാവധി സമാധാനവും സുഖവുമാകും.